കൊച്ചിയിൽ നിന്ന് രാജസ്ഥാനിലേക്കുള്ള നമ്മുടെ ഒരാഴ്ചത്തെ യാത്ര തുടങ്ങുകയാണ്. ജയ്പൂർ, അജ്മീർ, പുഷ്കർ, ജോധ്പൂർ, ജയ്സൽമീർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ജയ്പൂരിലെത്തി. 1727 മഹാരാജ സവായ് സിംഗ് രണ്ടാമനാണ് ഈ നഗരം സ്ഥാപിച്ചത്. പിങ്ക് സിറ്റി എന്നാണ് രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂർ അറിയപ്പെടുന്നത്. 1876 വെയിൽസ് രാജകുമാരനായ ആൽബർട്ട് എഡ്വേർഡ് ജയ്പൂർ സന്ദർശിക്കാനായി എത്തി. അദ്ദേഹത്തെ സ്വീകരിക്കാനായാണ് ആതിഥ്യമര്യാദയുടെയും ഊഷ്മളതയുടെയും പ്രതീകമായ പിങ്ക് നിറം തിരഞ്ഞെടുത്തത്. ജയ്പൂരിലെ പല കെട്ടിടങ്ങളും പ്രത്യേകിച്ച് ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള വിവിധ ഷെയ്ഡുകളിൽ വരച്ചിട്ടുണ്ടെങ്കിലും ടെറാക്കോട്ട നിറങ്ങളാണ് അധികവും. പ്രശസ്തമായ പിങ്ക് സിറ്റി മാർക്കറ്റിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴമയും ഒപ്പം തന്നെ പ്രൗഢഗംഭീരവുമാണ് ജയ്പൂരിലെ ഓരോ നിർമ്മിതികളും. അതിലെ ഒരു അത്ഭുത നിർമ്മിതിയായ ജൽമഹലിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. രാജസ്ഥാനിലേക്കുള്ള രണ്ടാമത്തെ യാത്രയാണിത്. 2 കൊല്ലം മുമ്പ് വന്നപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിരുന്നു. ജൽമഹലിന് അടുത്തായിട്ടുള്ള ഒരു ഹോട്ടലാണിത്. ഏകദേശം 50 വർഷത്തെ പഴക്കമുള്ള ഹോട്ടൽ. ബിരിയാണിയും റൊട്ടിയും പലതരം മട്ടൻ വിഭവങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം. മട്ടൻ വിഭവങ്ങൾ വളരെ റേറ്റ് കുറച്ചാണ് രാജസ്ഥാനിൽ ലഭിക്കുന്നത്. ഭക്ഷണത്തിന് ശേഷം ജൽമഹലിലെത്തി. ആംബറിലെ രാജാവായ സവായ് ജയ്സിംഗ് 18ാം നൂറ്റാണ്ടിൽ മൻസാഗർ തടാകത്തിന് നടുവിലായി പണി കഴിപ്പിച്ച കൊട്ടാരമാണ് ജൽമഹൽ. നഗരത്തിൽ നിന്നും മാറി ശാന്തമായിട്ടുള്ള ഒരു പ്രദേശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു വേനൽക്കാല വിശ്രമ വിനോദ കേന്ദ്രമായി നിർമ്മിച്ച ഈ കൊട്ടാരം 5 നിലകളിലാണുള്ളത്. തടാകത്തിൽ വെള്ളം നിറയുമ്പോൾ താഴത്തെ 4 നിലകളും വെള്ളത്തിനടിയിലാകും. മിക്ക സമയത്തും വെള്ളമുള്ളതുകൊണ്ട് ജൽമഹലിൻ്റെ 5ാമത്തെ നില മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മുഗൾ രാജവംശവും രജപുത്ര വംശവും സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈനാണ് ജൽമഹലിനുള്ളത്. കൊട്ടാരത്തിലെ റൂഫ് ടോപ്പ് ഗാർഡനാണ് ഈ കാണുന്നത്. പൊതുജനങ്ങൾക്ക് ഈ പാലസിലേക്ക് പ്രവേശനമില്ല ഇപ്പോൾ. തടാകത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ജൽമഹലിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. സന്ധ്യ ആകുമ്പോഴേക്കും കൊട്ടാരത്തിൽ വിളക്കുകൾ തെളിയിക്കും. തടാകത്തിൽ ജൽമഹലിൻ്റെ പ്രതിഫലനം കണ്ണിന് വളരെ കുളിർമയേകുന്നൊരു കാഴ്ചയാണ്.